എന്താ നമ്മളെ ഐറ്റത്തിന്റെ പേര്? ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ആണ്. നല്ലവണ്ണം പഴുത്ത 4 റോബസ്റ്റ്, അത് നിർബന്ധമായിട്ടും പഴുത്ത് വേണേ. 4 കോഴിമുട്ട, 400 മില്ലി പാല്, അരക്കപ്പ് പഞ്ചസാര, ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ പഴത്തിലേക്ക് വെച്ചിട്ടുണ്ട്. പഞ്ചസാരയും പാലും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്നൊരു പെട്ടെന്ന് അരിയാൻ വേണ്ടിയിട്ട്. പാല് നമ്മുടെ സാധാരണ നോർമൽ ലെവൽ പാലാണ് ആവശ്യമുള്ളത്. ഇത് 4 കോഴിമുട്ട, ഒരു 4ൻ്റെ കണക്കാണ്. 4 കോഴിമുട്ടക്ക് 4 പഴം, 400 മില്ലി പാല്, അരക്കപ്പ് 250 മില്ലിൻ്റെ അരക്കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഇനി പഞ്ചസാര ആവശ്യമില്ലാത്തവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അത് പാലിൽ ഞാൻ മിക്സ് ചെയ്താണ് പഞ്ചസാര. ഇത് മിക്സിയിൽ അടിച്ചെടുക്കുക. അവിടെ ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് കരാമൽ ഉണ്ടാക്കണം. അത് ഞാൻ അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അരക്കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണമായിട്ട് ലൂസാക്കി എടുക്കുക. നമ്മളുണ്ടാക്കുന്ന ആ പാത്രത്തിൻ്റെ അടിയിൽ ഒഴിക്കാനാണ്. ഇത് അരക്കപ്പ് വെള്ളമാണ്. ഒരു കട്ട ഉണ്ടാവും, അതൊക്കെ നല്ലോണമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചട്ട കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ അതങ്ങോട്ട് ഉരുകിപ്പോവും. കട്ട ഒരിക്കലും വെച്ച് വരുത്, കംപ്ലീറ്റ് ഉരുകിയിട്ട് വേണം അത് എടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പറന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് സൈഡിലൊന്ന് അങ്ങനെ തേച്ച് കൊടുക്കുക കംപ്ലീറ്റ് ഇതുപോലെ. ഇത് അത്യാവശ്യം വലിയ ഡയമീറ്റർ ഉള്ളൊരു പാത്രമാണിത്. 1 കിലോൻ്റെ കേക്കിൻ്റെ പാത്രമാണിത്. ഇനി ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് പറന്നിട്ടുണ്ട്. ഒരു ഇഡ്ഡലി തട്ടിൻ്റെ അടിയിൽ ഞാനൊരു ഹോളുള്ളൊരു വേറൊരു ചെറിയൊരു തട്ടും വെച്ചിട്ട് ഇതിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നല്ല തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ചൂട് കുറച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക, അല്ല നമ്മളെ കൈ പൊള്ളിപ്പോവും. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 25 മിനിറ്റിൻ്റെയും 30 മിനിറ്റിൻ്റെ ഇടക്ക് ഇത് വേണം. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് വെക്കുക. അപ്പോൾ സംഭവം ഇപ്പോൾ ഞാനിത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ, ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് കംപ്ലീറ്റ് തണുത്ത് ആറി കഴിഞ്ഞ ശേഷം മാത്രം മതി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഹാർഡായിക്കോളും. ഇത് ഞാൻ കമഴ്ത്തി ഇടുകയാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഒന്ന് തണുത്തിട്ടുണ്ട് ഇപ്പോൾ സംഭവം. കമഴ്ത്തി ഇട്ടു. അപ്പോൾ ആ കരാമലൊക്കെ ഇങ്ങനെ മുകളിലുണ്ടാകും, കുറച്ച് പാത്രത്തിൻ്റെ അടിയിലുണ്ടാകും. അതൊന്ന് കൈ കൊണ്ട് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും വെക്കുക. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. മൈദപ്പൊടിയോ കോൺഫ്ലവറോ ഒരു പൊടിയില്ല. ഞാൻ തന്നെ ഒന്ന് ഒരു ഹാഫാക്കി മുറിച്ചിട്ടുണ്ട്. മുത്തപ്പക്ക് മുറിക്കുന്ന ആ ഒരു കത്തിയാണത്. പിന്നെ ഒരു ഹാഫാക്കി മുറിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ പീസുകളാക്കുക. ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇതിനെ ഒന്നുകൂടി ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതാണ് സംഭവം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നല്ല പഞ്ഞി പോലെ ഉണ്ടാകും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആ കരാമൽ ഒഴിക്കുക, അങ്ങനെ കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.